ഹായ്, നമുക്ക് ഇന്നലെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് 10 മാത്സ് ക്വസ്റ്റ്യൻ നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. 20% 36 ആയാൽ 30% എത്ര? ഇപ്പം 20% 36 ആയാൽ 30% എത്രയെന്നാണ് ചോദ്യം. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1% കണ്ടുപിടിക്കാൻ 36/20 നമുക്ക് എത്ര കണ്ടുപിടിക്കാനുള്ളത്? 30%. 0 കട്ട് 36ൻ്റെ പകുതി 18. 18 × 3 എത്ര? 54. ഓപ്ഷൻ ബി എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 54. അടുത്ത ക്വസ്റ്റ്യൻ 5⁻⁴ × 125⁻²/3 എന്താണെന്നാണ് ചോദ്യം. നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യാൻ, ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി 2 ഐഡൻറ്റിറ്റി മാത്രം പഠിച്ചാൽ മതി. ഒന്ന് a⁻m × a⁻n a⁻m+n. അടുത്ത ഏതാണ്? a⁻m⁴n a⁻m×n അല്ലേ? ഈ 2 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിടത്ത് 5⁻⁴ ഒരിടത്ത് 125⁻²/3 ആണ്. ഈ 125⁻²/3 നമ്മൾ 5ൻ്റെ ബേസിൽ എഴുതണം. അപ്പോൾ 125 നമുക്കറിയാം 5³ ആണ് 125 എന്ന് അല്ലേ? അപ്പം 5⁻⁴ × 5⁻³ ഈ 3യും കട്ടായിട്ട് പോയിട്ട് ബാക്കി 5⁻² മാത്രമേ ഉള്ളൂ. അപ്പം a⁻m × a⁻n a⁻m+n. അപ്പോൾ 5⁻⁴ + 2 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5⁻⁷/3 കിട്ടും. ഓപ്ഷൻ ഡി എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ബോർഡ് മാസിൻ്റെ ഇക്വേഷനാണ്. വളരെ എളുപ്പമാണ്. 4 + 6 10, 2 + 8 10. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്തൊറ്റുള്ള സാധനം ഇൻറ്റു ചെയ്യണം. അപ്പം 50 - 30 20. ഇത് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/2 × 1/2 - 1/4 × 1/4 ഹോൾ ഡിവൈഡഡ് ബൈ 1/2 + 1/4. 1/2 × 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് 1/4 മൈനസ് 1/4 × 1/4 എന്ന് വെച്ചാൽ 1/16. നമുക്ക് മേലത്തെ ഫുൾ അങ്ങ് സോൾവ് ചെയ്യാം അല്ലേ? എന്നിട്ട് 1/4നെ 16 കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഇതെനിക്ക് അല്പം എളുപ്പമായിട്ട് തോന്നിയത് 1/4നെ 16 കൺവേർട്ട് ചെയ്യുമ്പം 4/1/16 - 1/16. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/16 അല്ലേ? അവിടെ ഇരിക്കട്ടെ. ഇത് ഡിനോമിനേറ്റർ ചെയ്യാം. ഡിനോമിനേറ്റർ നമുക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 + 2 ഡിവൈഡഡ് ബൈ 8 = എത്ര കിട്ടി? 6/8 എന്ന് കിട്ടി. വെട്ടി ചെറുതാക്കുമ്പോൾ എത്രയാണ്? 3/4 അല്ലേ? അതായത് 3/16 ഡിവൈഡഡ് ബൈ 3/4. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 4/3. 3യും 3യും കട്ടായിപ്പോയി. 4ഉം 16ഉം കട്ടായിട്ട് പോയിട്ട് ബാക്കി നമുക്ക് 1/4 അല്ലേ? അപ്പോൾ ഇതിലെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. a/b = 2:7 ആയാൽ a/b/a എത്രയെന്നാണ് ചോദ്യം. ഇത് ചെയ്യാൻ വേണ്ടി എക്കും ബിക്കും അതിൻ്റെ വാല്യൂ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എയുടെ വാല്യൂ 2. അപ്പം 2/7 = 7/2. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇൻറ്റു ചെയ്യുക. 4:49. അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. ഓപ്ഷൻ എ ആണ് എൻ്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ശ്രേണിയിലെ 10, 13, 17, 22 അടുത്ത നമ്പർ എത്രയാണ്? 10 നിന്ന് 13 പോകുമ്പോൾ 3 ഡിഫറൻസ്. 13 17 പോകുമ്പോൾ 4 ഡിഫറൻസ്. 17 22 പോകുമ്പോൾ 5 ഡിഫറൻസ്. അപ്പോൾ 22 അടുത്ത 6 ആയിരിക്കുമല്ലോ ഡിഫറൻസ്. 6. അപ്പോൾ നമുക്ക് എത്ര? 28. ഓപ്ഷൻ സി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റയാനെ കണ്ടെത്തുക. 11 47 23 63. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പറാണെന്ന് മനസ്സിലായി. ഓപ്ഷൻ ഡി ആണ് എൻ്റെ ആൻസർ. അടുത്ത ചോദ്യം. ഒരു സമയം 7:30 ആകുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഇടയ്ക്കുള്ള കോണളവ്. ഇത് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. അതങ്ങ് കാണാതെ പഠിച്ചാൽ മാത്രം മതി.
30h മൈനസ് 11/2m. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എച്ച് എന്ന് വെച്ചാൽ 7ഉം എം എന്ന് അതായത് എച്ച് എന്ന് വെച്ചാൽ അവർ, അത് 7ഉം മിനിറ്റ് 30ഉമാണ്. അപ്പോൾ 30 ഇൻറ്റു 7 മൈനസ് 11/2 ഇൻറ്റു 30, 30ൻ്റെ പകുതി 15 അല്ലേ. അപ്പം 30 ഇൻറ്റു 7 210, 210 മൈനസ് നമുക്ക് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 11 ഇൻറ്റു 15 ഇത് നമുക്ക് സിമ്പിളായിട്ട് മനക്കണക്ക് ചെയ്യാൻ പറ്റും. 5 അതുപോലെ അങ്ങ് എഴുതുക. 5 + 1 6, പിന്നെ 1, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് 210 മൈനസ് 165 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 45. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8:511 ആണ്. 10 എത്ര എന്നാണ് ചോദ്യം. ഇത് നമുക്ക് മനസ്സിലായി. 8 ക്യൂബ് എത്രയാണ്? 512. 512 മൈനസ് 1 എന്ന് പറയുമ്പോൾ 511. അതേപോലെ 10 ക്യൂബ് എത്രയാണ്? 1000. 1000 മൈനസ് 1 ചെയ്യുമ്പോൾ 999. ഓപ്ഷൻ ബി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത 60ാമത്തെ ചോദ്യം. 100-നും 150-നും ഇടയിലുള്ള ഒറ്റ സംഖ്യ കണ്ടുപിടിക്കുക. നമുക്കറിയാം 100 വരെയുള്ള ഒറ്റ സംഖ്യയിൽ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ് ഉണ്ട്? 50. 150 വരെ ആകുമ്പോൾ 75 അല്ലേ. അപ്പം മറ്റേ ഇക്വേഷൻ കൊടുത്താൽ മതി. 75² മൈനസ് 50². അതായത് ഇവിടെ നമുക്കൊരു ചെറിയൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം ഇൻറ്റു ചെയ്യാനുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പർ, അതായത് ഇവിടുത്തെ എക്സാമ്പിൾ 75, ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 5ൻ്റെ ഏതൊരു നമ്പറാണേലും 5ൻ്റെ സ്ക്വയർ എഴുതുക, 25 അല്ലേ. എന്നിട്ട് 7 ഇൻറ്റു അടുത്ത നമ്പർ ഏതാ? 8. അപ്പോൾ 7 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 56. അതായത് 75ൻ്റെ സ്ക്വയർ ഇതാണ് 5625. അടുത്ത നമ്പർ ഏതാ? 50. 50ൻ്റെ സ്ക്വയർ നമുക്കറിയാമല്ലോ. 50ൻ്റെ സ്ക്വയർ 2500. ഇതിനെ കുറയ്ക്കുമ്പോൾ നമുക്ക് 25, 1, 3. ആൻസർ ഡി. 60ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി. ഓക്കെ, താങ്ക് യു.